യൂട്യൂബ് ഹബിലെ എല്ലാവർക്കും നമസ്കാരം. എല്ലാ മാസവും ബാങ്ക് അക്കൗണ്ട് നിങ്ങൾ പരിശോധിക്കാറുണ്ടോ? ചെയ്യാത്തവർ ഈ കാര്യങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം. എത്ര പേർ എല്ലാ മാസവും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പരിശോധിക്കാറുണ്ട്? എന്താണ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്? നിശ്ചിത കാലയളവിൽ ബാങ്ക് അക്കൗണ്ട് വഴി നടന്ന ഇടപാടുകളുടെ വിശദമായ ഒരു റിപ്പോർട്ടാണ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ബാങ്ക് അക്കൗണ്ടുകൾ ഇല്ലാത്തവർ ഇന്ന് വളരെ ചുരുക്കമാണ്. എന്നാൽ എത്ര പേർ എല്ലാ മാസവും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പരിശോധിക്കാറുണ്ട്? എന്താണ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്? നിശ്ചിത കാലയളവിൽ ബാങ്ക് അക്കൗണ്ട് വഴി നടന്ന ഇടപാടുകളുടെ വിശദമായ ഒരു റിപ്പോർട്ടാണ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. തിരക്കിനിടയിൽ പലപ്പോഴും പണം ട്രാൻസ്ഫർ ചെയ്യുമെന്നല്ലാതെ എവിടെ ചെലവഴിച്ചു എന്നും പലരും ഓർത്തു വയ്ക്കാറില്ല. എന്നാൽ അക്കൗണ്ട് കാലിയാകുമ്പോഴാണ് പലരും എവിടെ ചെലവാക്കി എന്നതിനെക്കുറിച്ച് ആകുലപ്പെടുക. ഡിജിറ്റൽ പേയ്മെൻറ്റുകളുടെ നെറ്റ് ബാങ്കിങ്ങിൻ്റെ ഉപയോഗം വർദ്ധിച്ചതോടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സൂക്ഷ്മ പരിശോധന നടത്തേണ്ടത് അത്യാവശ്യമാണ്. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എല്ലാ മാസവും പരിശോധിക്കുന്നത് ആവശ്യകതയെക്കുറിച്ച് നമുക്ക് നോക്കാം. മാസത്തിൽ ഒരു തവണയെങ്കിലും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പരിശോധിക്കുന്നതിലൂടെ ഇടപാടുകളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കും. അക്കൗണ്ടിലെ പണം എവിടെ എന്തിനാണ് ചെലവഴിച്ചതെന്ന് മനസ്സിലാക്കുകയും പൊരുത്തക്കേടുകളുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനും ആശയക്കുഴപ്പം ഒഴിവാക്കാനും സഹായിക്കും. ഡിജിറ്റൽ ഇടപാടുകൾ കൂടിയതിനാൽ ഓൺലൈൻ തട്ടിപ്പുകളും കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇടയ്ക്കിടെ പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങളറിയാതെ ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ടോയെന്ന് കണ്ടെത്താനും വഞ്ചനാപരമായ ഇടപാടുകൾ കണ്ടെത്തുന്നതിനും ഇത് സഹായിക്കും. മറ്റൊന്നാണ് ബാങ്ക് ചാർജുകൾ അറിയാം. വിവിധ ഇടപാടുകൾക്കും സേവനങ്ങൾക്കും വിവിധ ചാർജുകൾ ഈടാക്കാറുണ്ട്. അക്കൗണ്ട് ഉടമയ്ക്ക് വിവിധ ചാർജുകളെക്കുറിച്ച് പലപ്പോഴും ധാരണ ഉണ്ടാകില്ല. ഉദാഹരണത്തിന് ബാങ്ക് ഡ്യൂപ്ലിക്കേറ്റ് പാസ്ബുക്ക് നൽകുന്നതിനും മറ്റും ഫീസ് ഈടാക്കാറുണ്ട്. ഇത്തരം ചാർജുകൾ അറിയുന്നതിനായി മാസം തോറും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പരിശോധിക്കുന്നത് നല്ലതാണ്. ചിലപ്പോൾ പിഴ ആവശ്യമില്ലാത്ത ഇടപാടുകളിലും ബാങ്കുകൾ തെറ്റായി ഫീസ് ചുമത്തിയെന്ന് വരാം. ഇത് ബാങ്കിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്യാം. ചിലവുകൾ നിയന്ത്രിക്കാൻ സഹായിക്കും. നിങ്ങളുടെ ചിലവുകൾ അമിതമാണെങ്കിൽ കൃത്യമായ ഇടപെടലുകളിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പരിശോധിക്കുകയാണെങ്കിൽ പണം എവിടെ ചെലവഴിച്ചെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇതുവഴി അനാവശ്യ ചിലവ് കണ്ടെത്തി ഒഴിവാക്കാനും സമ്പാദ്യം മെച്ചപ്പെടുത്താനും നിങ്ങളെ സഹായിക്കും. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഓൾവേസ് സ്റ്റേ ഗുഡ് ആൻഡ് സ്റ്റേ ഹാപ്പി.